പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 32 വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് 33-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അദച്ഛേത്വമിമം ധർമ്മ്യം സംഘ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അദ ചേത്വമിമം ധർമ്മ്യം സംഘ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. വാക്കുകളുടെ അർത്ഥം നോക്കാം. അധ അനന്തരം, ത്വം നീ, ഇമം ധർമ്മ്യം ഈ ധർമാനുസൃതമായ, സംഘ്രാമം യുദ്ധത്തെ, ന കരിഷ്യസി ചെയ്യുന്നില്ല, ചേത് എന്നാണെങ്കിൽ, തതഹ അതിനാൽ, സ്വധർമ്മം സ്വധർമ്മത്തെ, കീർത്തിം ച കീർത്തിയെയും, ഹിത്വ നശിപ്പിച്ച്, പാപം പാപത്തെ, അവാപ്സ്യസി നീ നേടും. അർജുന, ഇനിയിപ്പോൾ നീ ധർമ്മത്തിനനുസൃതമായ യുദ്ധത്തെ ചെയ്യുന്നില്ലെങ്കിൽ അതിനാൽ തന്നെ സ്വധർമ്മത്തെയും കീർത്തിയെയും നശിപ്പിച്ച് പാപത്തെ പ്രാപിക്കും. ഭഗവാൻ അർജുനോട് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. നീ പിതാമഹനെയും ഗുരുവിനെയും എല്ലാം കണ്ടിട്ട് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയാൽ നിന്നെക്കുറിച്ച് ഒരാളും പറയില്ല. യുദ്ധം പാപമാണെന്ന് വിശ്വസിച്ച് വലിയ ചോരപ്പുഴയെ ഒഴിവാക്കി അർജുനൻ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു എന്നൊരാളും പറയാൻ പോകുന്നില്ല. മറിച്ച് കൗരവസേനയെ കണ്ടപ്പോൾ അർജുനൻ പേടിച്ചോടി എന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്റെ ധർമ്മം, ഒരു ക്ഷത്രിയന്റെ, യോദ്ധാവിൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് നിന്റെ സ്വധർമ്മമാണ്. ആ സ്വധർമ്മത്തെ നീ അനുഷ്ഠിച്ചില്ല എങ്കിൽ അത് നിന്റെ കീർത്തിയെ നശിപ്പിക്കുകയും നിനക്ക് പാപത്തെ സമ്മാനിക്കുകയും ചെയ്യും. അർജുനൻ കീർത്തിമാനാണ്, വില്ലാളി വീരനാണ്, ഗാന്ധീവം കയ്യിലുള്ളവനാണ്, പരമേശ്വരനോട് യുദ്ധം ചെയ്തവനാണ്, ദേവേന്ദ്രന്റെ വർഷത്തെ തടുത്തു നിർത്തിയവനാണ്. അങ്ങനെ പല പല വീരകഥകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അർജുനന്റെ പേരിൽ. അപ്പോൾ ആ അർജുനൻ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് പിന്തിരിഞ്ഞോടി എന്ന് നിന്നെക്കുറിച്ച് നാളെ ലോകം പറയും. ഇവിടെ നിന്റെ ധർമ്മം, നിന്റെ സ്വധർമ്മം, നീ അനുഷ്ഠിക്കേണ്ട ധർമ്മം യുദ്ധമാണ്. അതനുഷ്ഠിക്കുന്നതിൽ നിന്നും നീ പിന്തിരിഞ്ഞോടിയാൽ അർജുനൻ ബലവാനാണെന്നൊരിക്കലും ലോകം പറയില്ല. മറിച്ച് യുദ്ധക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയ ഭീരു എന്ന അകീർത്തി നീ പ്രാപിക്കും. മാത്രമല്ല, ഓരോരുത്തർക്കും അവരവരുടേതായ ധർമ്മമുണ്ട്. ആ ധർമ്മം അവർ അനുഷ്ഠിക്കാതിരിക്കുന്നത് അവർക്ക് പാപത്തെ സമ്മാനിക്കും. ഇപ്പൊ സുപ്രീം കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലുന്നത് ജഡ്ജി അല്ലല്ലോ, ആരാച്ചാറുണ്ടാവും. അപ്പൊ ഈ ആരാച്ചാറുടെ ധർമ്മം എന്താണ്? അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ട്, ശിക്ഷ വിധിച്ച ആളുടെ കഴുത്തിൽ കയറിട്ട് മരണം വരെ അദ്ദേഹത്തെ തൂക്കിലേറ്റുക, മരണമുറപ്പിക്കുക. അപ്പോൾ ഒരു മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് അയാളെ തൂക്കിക്കൊല്ലുമ്പോൾ ഇയാൾക്ക് പാപം ഉണ്ടാകുമോ? ഇയാളെ കൊലപാതകി എന്ന് നമ്മൾ വിളിക്കാറുണ്ടോ? ഇല്ല. അത് അദ്ദേഹത്തിന്റെ ധർമ്മമാണ്. ആരാച്ചാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിയാണ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തെ കൊലപാതകത്തിന് വിധിച്ചത് ആ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയാണ്. അത് നടപ്പിലാക്കുവാൻ ഒരു വ്യക്തി വേണ്ടി വന്നു എന്ന് മാത്രം. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഒരു അധ്യാപകന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കണം. ഒരു കർഷകന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കണം. എല്ലാവരും അവരവരുടെ ധർമ്മത്തെ കൃത്യമായി അനുഷ്ഠിക്കുമ്പോഴാണ് ഒരു സമാജത്തിൽ അതിൻ്റെ വ്യവസ്ഥിതി കൃത്യമായി നിലനിർത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ആ സങ്കീർണമായ വ്യവസ്ഥിതിയിൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ, ഒരാൾ സ്വധർമ്മത്തെ അനുഷ്ഠിക്കാതിരിക്കുമ്പോൾ അത് സമാജത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പം നമ്മൾ പറയാറ്,
നമ്മുടെ കേരളത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പൊതുപ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ധർമ്മത്തെ കൃത്യമായി അനുഷ്ഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന അഭിപ്രായമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, സ്വധർമ്മം അനുഷ്ഠിക്കാത്ത ആളുകൾ അത് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം തന്നെ കൃത്യമായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉദാഹരണം തേടി ഇവരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് ചെല്ലുക. കുടുംബത്തെ സംരക്ഷിക്കലാണ് ഒരു കുടുംബനാഥന്റെ ഒന്നാമത്തെ കർത്തവ്യം. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ബ്രഹ്മചര്യത്തിൽ നിന്നും വിവാഹിതനായി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഒരു വീടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഗൃഹസ്ഥാശ്രമി ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നല്ലൊരു ശതമാനം മദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായിട്ട് കാണുന്നു. ശരീരം നശിപ്പിക്കുന്നു, ധനം നശിപ്പിക്കുന്നു, സ്വൈരമായ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്നു. സ്വധർമ്മം അനുഷ്ഠിക്കേണ്ട വ്യക്തി അതനുഷ്ഠിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിൻ്റെ ശാന്തിയും ആ കുടുംബത്തിൻ്റെ ശാശ്വതമായ ദുഃഖവും ആ കുടുംബത്തിനുണ്ടാകുന്നു. ശാന്തി നഷ്ടപ്പെട്ടു പോകുന്നു, സമാധാനം ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാണ് ഭഗവാൻ നമ്മളോട് എല്ലാവരോടും പറയുന്നത്. അർജുനനോടല്ല ഈ പറയുന്ന കാര്യങ്ങൾ. അർജുനനെ നിമിത്തമാക്കി സമസ്ത ലോകത്തിനോടും പറയുകയാണ്. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം. അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ സമസ്ത ലോകത്തിനോടും പറഞ്ഞു. ആ കാര്യങ്ങളാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലൂടെ ഈ 2-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളോട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലികൾ അത് ഏതാണെങ്കിൽ കൂടി അതാണ് നിങ്ങളുടെ സ്വധർമ്മം. ആ സ്വധർമ്മത്തിൽ മടി കാണിക്കരുത്. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ എന്നാണ് വൈദിക മന്ത്രം പറയുന്നത്. സത്യം പറയുക, ധർമ്മത്തെ ആചരിക്കുക, സ്വന്തം ജോലിയിൽ മടി കാണിക്കാതിരിക്കുക. ഇവിടെ അർജുനൻ സൈനികനാണ്, യോദ്ധാവാണ്. ആ യോദ്ധാവിൻ്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടന്നു. നമ്മുടെ സൈനിക നേതാവ് അഹിംസയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. യുദ്ധമൊക്കെ ഒഴിവാക്കണം, ചോര ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയുമോ? അദ്ദേഹം ബുദ്ധനായാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിൻ്റെ സൈനികൻ അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. അഹിംസ ആവശ്യമാണ്, പക്ഷേ അത് സൈനികൻ സംസാരിക്കേണ്ട വിഷയമല്ല എന്നറിയുക. ഇവിടെ അർജുനൻ യുദ്ധവീരനാണ്, ക്ഷത്രിയനാണ്. അതുകൊണ്ട് അർജുന, നീ നിന്റെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക. ഇത് അനുഷ്ഠിച്ചില്ലെങ്കിൽ നിനക്കെന്തുണ്ടാകും? അകീർത്തി ഉണ്ടാവും. കീർത്തിമാനായ നിനക്ക്, ലോകം മുഴുവൻ വില്ലാളി വീരൻ എന്ന രീതിയിൽ ആദരിച്ച നിനക്ക്, എല്ലാവരും അർജുൻ എന്ന് കേൾക്കുമ്പോൾ ധീരയോദ്ധാവായി മനസ്സിൽ സങ്കല്പിക്കപ്പെട്ട നിനക്ക് തീർച്ചയായിട്ടും അത് അകീർത്തിയെ ഉണ്ടാക്കും. മാത്രമല്ല നിനക്ക് അത് പാപത്തെയും നൽകുന്നു. കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നത് നമുക്ക് പാപം നൽകും. നാം ചെയ്യേണ്ട സ്വധർമ്മത്തെ നാം അനുഷ്ഠിക്കാതിരിക്കുന്നത് നമുക്ക് പാപത്തെയും നൽകും. അർജുന, നീ ക്ഷത്രിയനായ യോദ്ധാവാണ്. നിന്റെ ധർമ്മം നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് 2 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, ലോകം മുഴുവൻ ബഹുമാനിച്ച നിനക്ക് അകീർത്തി ഉണ്ടാകുന്നു. 2, നിനക്ക് പാപമുണ്ടാകുന്നു. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. ഭഗവാന്റെ ഉപദേശങ്ങൾ അങ്ങനെ തുടരുകയാണ്. ഇവിടെ ഭഗവാന്റെ ഉദ്ദേശം ഒരു ചോരപ്പുഴ ഒഴുക്കലൊന്നുമല്ല, മറിച്ച് ധർമ്മം എല്ലാ കാലത്തും ജീവിക്കപ്പെടണം. ധർമ്മം സംരക്ഷിക്കുവാൻ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കണമോ ആ വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. പക്ഷെ എല്ലാ വഴികളും അടഞ്ഞതിനു ശേഷമാണല്ലോ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയത്. ദൂതനായിട്ട് കൗരവ സദസ്സിലേക്ക് ചെന്നത് ഭഗവാൻ തന്നെ നേരിട്ടാണ്. മറ്റാരെങ്കിലും പറഞ്ഞേക്കാമായിരുന്നു, പക്ഷെ ഭഗവാൻ നേരിട്ട് ചെന്നു. കാരണം നമ്മളൊരു പ്രതിനിധിയെ പറഞ്ഞയക്കുന്നതും നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് പോകുന്നതും രണ്ടും രണ്ടാണല്ലോ. അതുപോലെ സർവ്വതും തികഞ്ഞ ഭഗവാൻ തന്നെ നേരിട്ട് ദൂതിന് ചെന്നു. ഒന്നും നൽകിയില്ലെന്ന് മാത്രമല്ല, ദൂതനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു. അങ്ങനെ അധർമ്മത്തിന്റെ പക്ഷം വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നു.
അധർമ്മികൾക്ക് ആ അധർമ്മത്തെ മനസ്സിലാക്കുവാൻ പറ്റാതെ അവർ അതിൽ ആനന്ദിക്കുന്നു. ദുര്യോധനൻ പറഞ്ഞതുപോലെ ധർമ്മം എന്തെന്ന് എനിക്കറിയാം, പക്ഷെ അത് ആചരിക്കാൻ കഴിയുന്നില്ല, ചെയ്യുന്നതെല്ലാം അധർമ്മമാകുന്നു. അപ്പൊ ഈ അധർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ള ആ അധർമ്മിയെയും അവന്റെ കൂട്ടരെയും ഇല്ലാതാക്കി ധർമ്മത്തെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് അത് അർജുനനിലൂടെ നിറവേറ്റുക. രാമൻ നേരിട്ട് ചെയ്തുവെങ്കിൽ കൃഷ്ണൻ അർജുനനിലൂടെയും ഭീമനിലൂടെയും അത് ചെയ്യിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ധർമ്മ സംരക്ഷണത്തിന് ഏതെല്ലാം മാർഗങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ടോ അതൊക്കെ ചെയ്യുവാനാണ് നമ്മുടെ ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത്. ധർമ്മം ആത്യന്തികമായി നിലനിൽക്കണം. അവിടെ മനുഷ്യജീവനൊന്നും പ്രസക്തമല്ല. കാരണം മനുഷ്യജീവൻ നിലനിൽക്കേണ്ടത്, പ്രകൃതിയുടെ ജീവൻ നിലനിൽക്കേണ്ടത് ധർമ്മബോധത്തിലാവണം. ഈ ധർമ്മബോധം സമാജത്തിൽ ഇല്ലാതാകുമ്പോൾ, അധർമ്മികൾ ഒരു ഭാഗത്ത് നിറയുമ്പോൾ, അധർമ്മികളെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ധർമ്മം അധപ്പതിച്ചു പോകും, ധർമ്മം താഴേക്ക് പോകും. പലപ്പോഴും നമ്മൾ പല രാഷ്ട്രങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. തുടക്കം തന്നെ അധർമ്മം വളർന്നു വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ നമുക്ക് ഉത്തമ ഉദാഹരണമാണ്. അവിടെ ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ അൽ ഖ്വയ്ദ ഒരു ചെറിയ ഭീകര ട്രൂപ്പ് ഉണ്ടാക്കി ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അവിടുത്തെ സമാജവും അവിടുത്തെ ഭരണകൂടവും അത് ശ്രദ്ധിച്ചില്ല. ഒടുവിൽ അവർ വലിയ മാരകമായ സംഘമായി വളർന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ ഡോക്ടർ നജീബുള്ളയെയും കുടുംബത്തെയും ഒരു സുപ്രഭാതത്തിൽ കൊട്ടാരത്തിലേക്ക് ഓടിക്കയറി വന്ന് പിടിച്ചുകെട്ടി കൊന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കി. അങ്ങനെയാണ് അവർ താലിബാൻ ഭരണം തുടങ്ങിയത്. ആ രാജ്യത്തിന്റെ ചെറിയ മുക്കിലും മൂലയിലും ചില ഗോത്രങ്ങളിലും ഈ അധർമ്മത്തിന്റെ പക്ഷം സംഘടിച്ച് വളരുമ്പോൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുവാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറായില്ല, അവിടുത്തെ സമാജം തയ്യാറായില്ല. അതുകൊണ്ട് ദീർഘകാലം അവർക്ക് താലിബാന്റെ കീഴിൽ അടിമകളായി ജീവിക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കുക. ഇവിടെ അധർമ്മത്തിന്റെ പക്ഷത്തെ നശിപ്പിച്ച് ധർമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന പക്ഷത്തെ നിലനിർത്തേണ്ടത് ഭഗവാന്റെ കടമയാണ്. ആ ഭഗവാന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ കടമയാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക, കീർത്തിയെ നേടുക, പാപത്തെ സ്പർശിക്കാതിരിക്കുക എന്ന് 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നു. 34-ാമത്തെ ശ്ലോകം നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.